ലഹരി ദിനം എല്ലാവരും കൊണ്ടാടുന്നുണ്ട്. കുറേയധികം ഇതേപോലെയുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ഇന്ന് ലോകത്ത് എവിടെയും നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ എസ്പെഷ്യലി, കേരളത്തിൽ എസ്പെഷ്യലി. കൊച്ചി ലോകത്തിലെ ഏറ്റവും വലിയ ഹബ്ബായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ലഹരിയുടെ, അല്ലേ? ഈ പറയുന്ന ആൻറ്റി നാർക്കോട്ടിക് പ്രവർത്തനവും കൂടെ ഇതേപോലെ തന്നെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ വെള്ളിമൂങ്ങയും ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ കാരിയർ എന്ന് പറഞ്ഞ് പിടിക്കുന്ന സാധാരണക്കാരനെ കൊണ്ടുവന്ന് ജയിലിൽ അടയ്ക്കുന്നതല്ലാതെ യഥാർത്ഥ ആളുകളിലേക്ക് ഇതുവരെ ഫോക്കസ് ചെയ്ത് പോകാൻ നമ്മുടെ ഇൻ്റലിജൻസിനും നമ്മുടെ ഏജൻസികൾക്കൊന്നിനും കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് പണിയെടുക്കണമെന്നുണ്ട്. നല്ല ഉദ്യോഗസ്ഥർ, ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ഉള്ള ഒരു നാടാണ് നമ്മുടേത്. പക്ഷേ അവരെ ഇപ്പോൾ പോലീസിനെ എടുത്തു കഴിഞ്ഞാൽ പോലീസിനെ എല്ലാവരും പഴിക്കുന്നുണ്ട്. പോലീസ് അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല. പോലീസിനെ എല്ലാ സൈഡിലും പ്രഷർ ചെയ്യുകയാണ്. അവരുടെ വിലങ്ങ് അവരുടെ കയ്യിൽ തന്നെ കാണാത്ത രീതിയിൽ ഇട്ട് വെച്ചിരിക്കുക. പിന്നെ അവർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഒന്ന്. രണ്ട്, അവർക്ക് എന്തെങ്കിലും ഒരു മാനസിക ഉല്ലാസമുണ്ടോ? 8 മണിക്കൂർ പാവങ്ങൾ ജോലി ചെയ്യേണ്ടത്, 8 മണിക്കൂറാണ് അവർ ജോലി ചെയ്യുന്നത്. അവർ എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നു? അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അവരുടെ തന്നെ ലൈഫ് നശിച്ചുകൊണ്ടിരിക്കുക. അവരെ മാനസികമായിട്ട് നശിപ്പിക്കുന്നു. അതിലൂടെ അവരെ കൊണ്ട് പണിയെടുപ്പിക്കാതിരിക്കുന്ന പ്രഷർ കൊടുക്കുന്നു. അതിലൂടെ സമൂഹത്തെ നശിപ്പിക്കുന്നു. ഇതെല്ലാം ഒരു ഫോക്കസാണ്, ഒരൊറ്റ ശക്തി. ആ ശക്തി തന്നെയാണ് ഇത് സാധനം വിൽക്കുന്നത്. തീർച്ചയായും അങ്ങയുടെ ഒരു പ്രസംഗത്തിൽ നിന്നുള്ള വരികളിൽ നിന്നാണ് ഞാൻ ഈ ചോദ്യം ഉന്നയിച്ചത്. ഒരു കാലത്ത് സ്വാമി ഹിമഭദ്രാനന്ദ ജയിലിൽ അടയ്ക്കപ്പെട്ടത് കേരള പോലീസിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ ലഹരിക്കെതിരെ പ്രവർത്തിച്ചതിൻ്റെ പേരിലാണ്, അല്ലേ? ശരിക്കും അത് മതവിദ്വേഷം പരത്തി എന്നുള്ളതിലേക്ക് കടന്നു വന്നു എങ്കിൽ തന്നെയും ചില പോക്കറ്റുകളിലെ ചില പ്രധാന വ്യക്തികളുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അങ്ങ് ഇവിടെ ഒരു പ്രസംഗം നടത്തിയിരുന്നു. അതിൻ്റെ പേരിലാണ് അന്ന് 56 ദിവസം ജയിലിൽ കിടന്നത്. 59 ദിവസം. അതെ, അത് തൂക്ക് കേസിൽ വിധി വന്ന് ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് അതേ ദിവസം തന്നെ അടുത്തൊരു കേസ് ആയിട്ട് 59 ദിവസം പിടിച്ച ഇവിടെ കൊച്ചി കമ്മീഷണറായിരുന്ന ദിനേശിൻ്റെ നേതൃത്വത്തിലാണ് അത് സംഭവിച്ചത്. പക്ഷേ ഇവിടുത്തെ ബാക്കി പോലീസുകാർ പറഞ്ഞു ആവശ്യമില്ലാതെ ഇങ്ങനെ ഒരു കള്ളക്കേസ് ചെയ്യരുത്, അദ്ദേഹം ചെയ്യുന്നത് നല്ലൊരു മൂവ്മെൻറ്റിന് വേണ്ടിയാണ്. പക്ഷെ അദ്ദേഹം കേട്ടില്ല. അത് കഴിഞ്ഞ് ഈ ജയിലിൽ നിന്ന് ഇറങ്ങി ബെഹ്റയെ വിളിച്ചു. അപ്പോൾ ബെഹ്റയെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു. ബെഹ്റ പറഞ്ഞു നേരിട്ട് സംസാരിക്കാൻ വരാൻ വേണ്ടി ട്രിവാൻഡ്രത്തെ വിളിച്ചു. ട്രിവാൻഡ്രത്തെ വിളിച്ച് അവിടെ ചെല്ലുമ്പോൾ ജിഷ്ണു പ്രണോയുടെ അമ്മയുടെ സമരം നടക്കുക. അപ്പോൾ പെട്ടെന്ന് പോലീസ് വന്ന് ചോദിച്ചു എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ഒരാൾ ചോദിച്ചു. അതിന് വേറൊരു പോലീസുകാരൻ അതിൻ്റെ പിന്നിൽ കളിച്ചതാണ്. അയാളെയും കൂടെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ സമരത്തിൽ ഒരു പരിചയമില്ലാത്ത ജിഷ്ണു നോക്കിക്കൊണ്ട് നിന്ന് ഒരു ബന്ധമില്ലാത്ത എന്നെ വീണ്ടും പിടിച്ച് 7 ദിവസം പിടിച്ചകത്തിട്ടു. അപ്പോൾ ഉമ്മൻചാണ്ടി ആയിരുന്നു അന്ന് അതിനെതിരെ പ്രതികരിച്ച ഒറ്റ ഒരു പൊളിറ്റീഷ്യൻ അദ്ദേഹമായിരുന്നു. എന്തിനാ ഈ സ്വാമിയെ നിരപരാധിയെ പിടിച്ച് ഇതിലേക്ക് ആക്കിയത്? അപ്പോൾ പോലീസ് പറഞ്ഞ കേസിനൊരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഭദ്രാനന്ദനെ കൂടെ ആഡ് ചെയ്തിരുന്നത്. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് തോക്കുസ്വാമിൻ്റെ ഒരു ശങ്കർ സിമൻ്റോ ഫെവിക്കോളോ വല്ലതും ആണോ എന്ന് ചോദിച്ചു. അതിനുശേഷം പിന്നെ ഞാൻ ഇവിടുന്ന് വിട്ടു. പിന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഏറ്റവും വളരെ വികൃതമായ ഭീകരമായ അവസ്ഥകളും പലരുടെയും തനി നിറങ്ങളും എല്ലാം പിന്നെ പടപടെ കാണാൻ തുടങ്ങി, അല്ലേ? ഇപ്പം കൈവിട്ട് പോയില്ലേ? എന്ത് ചെയ്യാൻ പോകുന്നു? ചെയ്യാൻ സാധിക്കും. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി ഇവിടെ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മയക്കുമരുന്ന് ഇതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ലഹരി മാഫിയയുടെ പേരിൽ കുറേ പ്രഹസനങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത് ആൾക്കാർ. പക്ഷേ ഇത് രോഗത്തെ മാറ്റാൻ വേണ്ടിയിട്ട് രോഗത്തെയാണ് ചികിത്സിക്കുന്നത്, അല്ല രോഗകാരണത്തെ കണ്ടെത്തി അതിനെ ചികിത്സിക്കുന്നില്ല. നമുക്കൊരു രോഗം മാറണമെങ്കിൽ, നമ്മുടെ സ്ഥൂല ശരീരത്തിൽ ഒരു രോഗം മാറണമെങ്കിൽ സൂക്ഷ്മ ശരീരത്തിലെ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം. അത് ആത്മീയതയുടെ അങ്ങ് എക്സ്ട്രീം ലെവലിൽ സത്യാന്വേഷികളായ ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള മഹത് വ്യക്തികൾ മാത്രം പങ്കുവച്ചിട്ടുള്ള കാര്യമാണ്. അത് ഇവിടുത്തെ മഠങ്ങളിലോ അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് പൂജാരികളിലോ ഒന്നും ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല. അപ്പോൾ ആ ലെവലിലേക്ക് ആൾക്കാരെ എടുക്കണം. അതിനു മുമ്പ് ഒരു 2 കാര്യം കൂടെ ചെയ്യണം. നമ്മൾ ഇനി വരുന്ന തലമുറയെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം ചെയ്യണം. അതിന് ഗോകുലം ഗോപാലേട്ടൻ്റെ നേതൃത്വത്തിൽ നമ്മളെല്ലാവരും കൂടെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രോബ്ലം, നമുക്ക് ഈ സർവീസ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. വളരെ കുറച്ച്, കാരണം ഒരു 10 ലിറ്റർ പാല് കിട്ടുന്നെങ്കിൽ അത് വെച്ചിട്ടൊരു 100 പേർക്ക് ചായ ഇട്ട് കൊടുക്കാൻ പറ്റും. പക്ഷേ അത് ഒരു 10,000 പേർക്ക് ചായ ഇടാനുള്ള ഇല്ല, കാരണം മാൻ പവർ ഭയങ്കര ഇതാണ്. അപ്പോൾ അല്ലാതെ നമുക്ക് ഇത് കുറേ പേര് നശിച്ചേ പറ്റൂ. ഇതിനെല്ലാവരെയും സംരക്ഷിച്ചും മൈനോറിറ്റി ഒരു വിഭാഗം ധന ആഗമനത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ മയക്കുമരുന്ന് മാഫിയ എന്ന് പറയുന്നത്, അല്ലേ? ഒരു മൈനോറിറ്റി കൈകളിൽ എണ്ണാവുന്ന കുറേ ആൾക്കാർ. ഇത് 2 രീതിയാണ് ജോഷി. ഒന്ന്, ഇതൊരു ടെററിസമാണ്. ഇതാണ് ഏറ്റവും മോസ്റ്റ് മോഡേൺ ടെററിസം. കാരണം സാധാരണ ഒരാൾക്കൊരു ബോംബ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കുറച്ച് പേര്, ഒരു 10 പേരോ 15 പേരോ മരിക്കും.
ഇത് ഒരേ സമയത്ത് ആയിരക്കണക്കിന് ആൾക്കാരെ നശിപ്പിക്കാൻ പറ്റുകയും അതേപോലെ തന്നെ ഒരു നല്ല റവന്യൂവും കിട്ടും. ബോംബിൽ അങ്ങനത്തെ റവന്യൂ കിട്ടില്ല. അപ്പം രണ്ട് കാര്യം സൈമൾട്ടേനിയസ്ലി രണ്ടും വരികയാണ് ഇവിടെ. അപ്പോൾ അത് അങ്ങനെ തന്നെ പോവുള്ളൂ. പിന്നെ ഇതിൽ നമ്മൾ നമ്മുടെ വാല്യൂസ്, നമ്മുടെ പ്രത്യേകതകൾ, നമ്മളുടെ മഹത്വങ്ങൾ നമ്മൾക്ക് തന്നെ തിരിച്ചറിയാനും നമ്മൾക്ക് തന്നെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒരു ഇതുണ്ടാവണം. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മളാണ്, നമ്മളെ സ്നേഹിക്കേണ്ടത് നമ്മളാണ്. അതിന് വേണ്ടിയിട്ടുള്ള കരുതലുകൾ എടുക്കാനും ആ ലെവലിലേക്ക് മനുഷ്യനെ ആ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും നമ്മൾ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് വേണ്ടത്. അതിവിടെ ചെയ്യുന്നില്ല. ഇവിടെ സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയി ചെന്നിട്ട് ഹാർട്ട് സർജറി ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. അതുപോലെ ഉചിതമല്ലാത്ത ആൾക്കാരുടെ അടുത്താണ് എപ്പോഴും മറുപടികൾ ചോദിക്കുന്നത്, പ്രതിവിധികൾ ചോദിക്കുന്നത്. സന്യാസി എന്നുള്ള നിലയിൽ ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കുന്നത്, കനാബിസ് ഒരു കാലത്ത് നമ്മളുടെ ആർഷഭാരതത്തിൽ ഒട്ടനവധി ഔഷധ മേഖലയിലേക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു എന്താണ് മരുന്ന് എന്ന് തന്നെ പറയാം അല്ലേ, കഞ്ചാവ് എന്ന് പറയുന്നത്. ഇന്ന് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അവിടുത്തെ പ്രസിഡന്റ് ലീഗലൈസ് ചെയ്തു. ഇന്ത്യയിൽ അത് ഇപ്പോഴും ബാൻ ചെയ്ത് വെച്ചിട്ട് ഇവിടെ സിന്തറ്റിക് മരുന്നുകൾ അവിടെ ഇതിനു വേണ്ടിയാണ് ആളുകൾ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ മറ്റു രാജ്യങ്ങളെ പോലെ തന്നെ ഇതിനെ ഓപ്പൺ ചെയ്ത് വിടേണ്ട സമയം കഴിഞ്ഞില്ലേ? ഡ്രഗ്സിൻ്റെ പല ഇതാണ് ഇപ്പം കഞ്ചാവിനെ പറ്റി അവിടെ പല ഫോമിൽ അവർ ഇത് സൂപ്പർ മാർക്കറ്റ്സിൽ അത് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ കഞ്ചാവിനും ഒരു കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ അത് ഒരു ഔഷധ രീതിയിൽ നമുക്കത് ഉപയോഗിക്കുന്ന രീതി നമുക്ക് ഇന്ത്യയിലുണ്ട്, കാണാം. പക്ഷേ ചില ആൾക്കാർക്ക് ഇത് നല്ലതല്ല. അത് മാത്രമല്ല, ഈ കഞ്ചാവ് അടിക്കും തോറും നമ്മൾ തമോ ഗുണത്തിലേക്കാണ് ബേസിക്കലി പോകുന്നത്. അപ്പോൾ അങ്ങനെ പുകവലി അല്ലെങ്കിൽ കഞ്ചാവ് ലഹരിയായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതല്ല, ഈ പറയുന്നതിൻ്റെ തൊട്ട് മെഡിക്കൽ ഓറിയൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. മെഡിക്കൽ ഈവൻ ക്യാൻസറിന് പോലും ഒരുപാട് അതിൽ നിന്ന് സഹായങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷെ അതും ഒരു ഏജ് കഴിഞ്ഞിട്ടുള്ള, ഒരു 40 കഴിഞ്ഞിട്ടുള്ള, ഒരു 50 കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ അത് യൂസ് ചെയ്യുന്നവരായിട്ടുണ്ട്, അവർക്കൊരു റിലാക്സേഷന് വേണ്ടിയിട്ട്. പക്ഷേ ഇതിനേക്കാളും അത് ബെറ്ററാണ്. പക്ഷേ ഞാൻ പറയുന്നെങ്കിൽ ഈ മയക്കുമരുന്നോ ഈ ലഹരിക്ക് അപ്പുറം ഒരു ലഹരി നമ്മുടെ ശരീരത്തിലുണ്ട്, സ്ഥൂല ശരീരത്തിൽ, സൂക്ഷ്മ ശരീരത്തിൽ. ആ സൂക്ഷ്മ ശരീരത്തിൽ അത് നമ്മുടെ ഋഷിവര്യന്മാർ പ്രാക്ടീസ് ചെയ്ത ചില കാര്യങ്ങൾ ചെയ്താൽ നമുക്കും ഹാംഫുൾ അല്ല, നമ്മൾക്ക് ക്രിയേറ്റീവ് ലെവലിലേക്ക് എത്താനും പറ്റും. അതുപോലെ തന്നെ ആനന്ദിക്കേണ്ട സമയത്ത് നമുക്ക് ആനന്ദിക്കാം, ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ക്രിയേറ്റീവായിട്ട് ചെയ്യാം. പക്ഷേ ഇത് അതല്ലല്ലോ ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അതിനുള്ള പഠനങ്ങളില്ല. നമ്മുടെ മാനവരാശി ആ ഒരു തലത്തിലേക്ക് എത്തിക്കണം അല്ലേ, നമ്മളെ സ്വയം ആനന്ദത്തിൽ ആറാടാനുള്ള ഒരു ലഹരിയായിട്ട് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ആ ഒരു ആത്മചൈതന്യത്തെ ദ്യോതിപ്പിക്കുന്ന സംവിധാനം. ഇപ്പം നമ്മളൊക്കെ എന്തുമാത്രം വിഷമങ്ങളിലൂടെ കടന്നുപോയി, എന്തൊക്കെ അങ്ങേക്ക് അറിയാം, എന്തൊക്കെ ഫേസ് ചെയ്തു ഒരു. പക്ഷെ ഇത്രയും ഫേസ് ചെയ്തിട്ട് നമ്മൾ എന്തിനൊക്കെ അഡിക്റ്റ് ആവണം? അപ്പം ഇത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ ഏത് ലൈഫ് തിരഞ്ഞെടുക്കണം, ഏത് വണ്ടി തിരഞ്ഞെടുക്കണം, ഏത് ഫോൺ തിരഞ്ഞെടുക്കണം, ഏത് പാർട്ട്ണറെ തിരഞ്ഞെടുക്കണം. സോ നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് മെസ്സേജ് പാസ് ചെയ്യാനുള്ള ഒരു ഡിവൈസാണ്, ഒരു മൊബൈൽ ഫോൺ. അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾക്കായില്ലെങ്കിൽ പിന്നെ അവിടെ നശിക്കുന്നത് നമ്മളിലൂടെ നമ്മളെ ചുറ്റും നിൽക്കുന്ന ഒരു സംഭവം കൂടെയാണ്. പിന്നെ ഇതിൽ നരേന്ദ്രമോദിജിയാണ് ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. കാരണം സ്റ്റേറ്റ് പോലീസിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇത് ഏറ്റവും വലിയ ടെററിസം ആയതുകൊണ്ട് തന്നെ മോദിജിയെ പോലെ ഒരാൾ ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ 100% ഇതിനൊരു മാറ്റം വലിയ തോതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഒന്ന് പൊളിറ്റിക്കൽ രീതിയിൽ, രണ്ട് ആത്മീയ തലത്തിൽ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. കാരണം മോദിജി വന്നപ്പോൾ ഭയങ്കര ഒരു ചേഞ്ച് ഇവിടെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ വെടിവെച്ച് കൊല്ലുന്നത്, ബോംബിട്ട് കൊല്ലുന്ന ടെററിസം കുറഞ്ഞു. പക്ഷേ ലഹരി മാഫിയയുടെ പേരിൽ ആൾക്കാരെ കൂടുന്നത് വയവാറ് കൂടിക്കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ പിന്നിൽ പല രാജ്യങ്ങളാണ്, അയൽ രാജ്യങ്ങൾ. തീർച്ചയായിട്ടും ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ആത്മീയതയുടെയും രാഷ്ട്രീയത്തിൻ്റെയും ചില മാറ്റങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസത്തെ ഒരു പത്രസമ്മേളനത്തിൽ കണ്ടിരുന്നു. ആത്മീയതയിൽ അല്ലെങ്കിൽ ഗുരുദേവൻ കൊണ്ടുവന്നിട്ടുള്ള അല്ലേ എന്താണ് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ അതെ ആ ഒരു തത്വങ്ങളിൽ കൂടുതൽ അടിയുറച്ച് വിശ്വസിക്കേണ്ടി വരുന്ന അതിനെ നയിച്ചിരുന്ന വെള്ളാപ്പള്ളി നടേശനെതിരെയും അതുപോലെ തന്നെ BJPയുടെ ഒരു നേതാവിനെതിരെയും സുരേന്ദ്രനെതിരെയും ശക്തമായിട്ടൊരു പ്രതികരിച്ചുകൊണ്ടൊരു ഇത് വന്നിട്ടുണ്ട്. എന്താണ് അതിന് കാരണം? അവരോട് എന്തെങ്കിലും വിരോധമുണ്ടോ? വെള്ളാപ്പള്ളിയോട് സുരേന്ദ്രനോട് എന്തെങ്കിലും വിരോധമുണ്ടോ? ആരോടും വിരോധമില്ല. അവരൊക്കെ നല്ല ശരീരവും നല്ല രൂപങ്ങളും ഉള്ള ഒരുപാട് ആൾക്കാർക്കൊക്കെ പല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ചില സ്വാർത്ഥത
ചില സ്വഭാവ ദൂഷ്യങ്ങൾ, അവരുടെ കർമ്മത്തിൽ ഉണ്ടായിരിക്കുന്ന ദുഷിച്ച കാര്യങ്ങൾ, അതിനെയാണ് എതിർക്കുന്നത്. അല്ലാതെ അവരുടെ രൂപത്തിനെ ഒന്നുമല്ല. അവർ ആരെങ്കിലും എതിർക്കാൻ വേണം. കാരണം ഒരുപാട് സ്വയം സേവകർ പറഞ്ഞ് അവർ പങ്കുവെച്ച വേദന, BJPക്കാർ പ്രവർത്തകർ പറഞ്ഞ കാര്യങ്ങൾ, നാട്ടുകാർ അവരെ വിശ്വസിച്ച് വോട്ട് ചെയ്തവരുടെ പ്രയാസങ്ങൾ, അത് അവരോട് പങ്കുവെച്ചു, അവരെ അറിയിക്കാൻ വേണ്ടി. കാരണം ആരെങ്കിലും ഒരാൾ അറിയിക്കാൻ ഇനിഷ്യേറ്റീവ് എടുത്തില്ലെങ്കിൽ അവരത് ചെയ്യില്ല. പിന്നെ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ സമുദായത്തെ കംപ്ലീറ്റ്, ഗുരുദേവൻ്റെ ദർശനം ഉൾക്കൊള്ളാതെ ഈ സമുദായത്തെ കംപ്ലീറ്റ് അദ്ദേഹം ഓൾറെഡി വിറ്റ് കഴിഞ്ഞു. ഇനി എന്തൊക്കെ വിൽക്കാനുണ്ടോ അതും കൂടെ അദ്ദേഹം വിറ്റിട്ടേ പോവുള്ളൂ. പിന്നെ അദ്ദേഹത്തിന് ഗുരു എന്താണെന്ന് അറിയാൻ സാധിച്ചിട്ടില്ല. അതിനുള്ളൊരു കുഴപ്പമാണ്. എന്നല്ല ഗുരുവിൻ്റെ ദർശനം അറിഞ്ഞാലല്ലേ അത് പ്രചരിപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇങ്ങനെയെങ്കിലും പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു സ്പാർക്ക് കിട്ടി അദ്ദേഹം നന്നാവുകയാണെങ്കിൽ അതിനുവേണ്ടി പറയണം, അല്ലാതെ എനിക്ക് വിരോധമൊന്നുമില്ല. തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് നേരത്തെ BJPയുടെ ദേശീയ പ്രസിഡന്റ് പറഞ്ഞു RSSൻ്റെ ഒന്നും, അല്ലെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷിയുണ്ട്, തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിയുണ്ട്, മറ്റൊരു സംഘടനയുടെയും ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഇന്ന് കേരളത്തിലെ സംഘപ്രവർത്തകർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ചിലവരെടുത്ത് ചർച്ച ചെയ്തപ്പോൾ അവർ അതിനെ അങ്ങനെയല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു, അത് ന്യായീകരിച്ച് പറഞ്ഞു. പക്ഷേ എപ്പോഴും ന്യായീകരിക്കുക എന്നുള്ളത് നമ്മുടെ സംഘത്തിൻ്റെ ഒരു സ്വഭാവമാണ്. പക്ഷേ കാരണം അവരതിനെ കൂടുതൽ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകണ്ട, അല്ലെങ്കിൽ അതൊരു വ്രണപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് സ്വയംസേവകരുടെ ഹൃദയങ്ങളിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് ഓർത്തിട്ടായിരിക്കാം. പക്ഷേ JP നദ്ദ അങ്ങനെ പറഞ്ഞത് വളരെ, അതായത് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അത് അവർ പല രീതിയിൽ ഫേസ് ചെയ്യുന്നുണ്ട്. വന്ന വഴി മറന്നതിന് തുല്യമല്ലേ? 100%. അങ്ങനെ തലമുറന്ന് എണ്ണ തേക്കുക എന്ന് പറയും. കാരണം ഈ സമയം മോശമാവുമ്പോൾ പല രീതിയിൽ നാക്ക് വിപരീതമായി ഗുളിയനായിട്ട് വരും. അപ്പോൾ അങ്ങനെ വന്ന ഒരു കാര്യമാണത്. എന്തായാലും അങ്ങയുടെ ഈ ഒരു പിന്നെ മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധമായിട്ടുള്ള ഭാവങ്ങളും നേരുന്നു. ഒപ്പം മലനാട് TV ഇന്ന് ഏറ്റെടുത്തിരിക്കുന്ന 2 വിഷയങ്ങൾ, ഒന്ന് ഇന്ത്യയെ വിഷരഹിത ഭക്ഷണം ഉള്ള ഒരു രാജ്യമായിട്ട് മാറ്റുക, ഭക്ഷണത്തിൽ മായം കലർത്തുന്നവനെ തൂക്കിക്കൊല്ലുക, ഇതൊക്കെ ഒരു മലനാടിയുടെ ഒരു ക്യാമ്പയിനായിട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുല്ലപ്പെരിയാറിൻ്റെ സംഭവത്തിൽ ഇന്ന് തലയ്ക്ക് മുകളിൽ ഒരു വലിയ വാളായി നിൽക്കുന്ന, അല്ലെങ്കിൽ വലിയൊരു ജലബോംബായി നിലകൊള്ളുന്ന മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ 2 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ 1 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ ഇരുന്നാൽ മതി, ഈ ഒരു വിഷയത്തിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ കഴിയുമെന്ന് മുൻപ് തന്നെ മലനാട് TVയുടെ ക്യാമറയ്ക്ക് മുമ്പിൽ മണിയാശാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വിഷയം ഞങ്ങൾ അന്വേഷിച്ച് സംസാരിച്ചപ്പം അതിനുശേഷം ഒരു തവണ പന്നീർസെൽവമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിക്കുകയും ചെയ്തു നമ്മളുടെ തിരുവനന്തപുരത്തെ ശീതി ഹോട്ടൽ മുറികളിൽ. പക്ഷേ ഇന്നും അത് അനവരതം തുടരുകയാണ്. കൈയിട്ട് വാരിയാൽ, അല്ലെങ്കിൽ കൈയിട്ടാൽ നക്കാൻ കൊള്ളാവുന്ന ചക്കരക്കുടമാണോ മുല്ലപ്പെരിയാർ? പൊളിറ്റീഷ്യൻസ് ഇപ്പം മുഖ്യമന്ത്രി, നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് അത്രയും ഒരു ഡെയറിങ് ആയിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ 100% മാറ്റങ്ങൾ വരുത്താൻ പറ്റും. പക്ഷെ മുല്ലപ്പെരിയാറിൻ്റെ ഈ പേരിൽ ഞാനിപ്പോൾ എന്ത് കമൻറ്റാണ് പറയേണ്ടത്? ഇപ്പോൾ 2 സംസ്ഥാനങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഒരുമിച്ച് തീരാമെന്നുള്ള പ്രശ്നമേ ഉള്ളൂ. പക്ഷേ അതിനൊരു കാരണമുണ്ട്. ജനങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയക്കാർക്ക് എന്ത് വിലയുള്ളത്? ഇവിടെ തമിഴ് മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ സഹോദരങ്ങളാണ്. അവർക്ക് നിർബാധം കേരളത്തിലെ മറ്റ് നദികളിൽ കൂടി ഉള്ള വെള്ളം കൂടി കൊടുക്കണമെന്നുള്ള അഭിപ്രായമാണ് മലനാടിനുള്ളത്. ഒപ്പം കേരളത്തിൻ്റെ ജനങ്ങളുടെ സുരക്ഷ, മലനാട് TVയുടെ കയ്യിൽ ഇതിനൊരു ചലച്ചിത്രമുണ്ട്. മലനാട് TV ഇതിനെക്കുറിച്ചൊരു സ്റ്റഡി മെറ്റീരിയൽ 6 വർഷം ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ള രഹസ്യങ്ങൾ ഒരുപക്ഷെ മലനാട് TVയിലൂടെ പുറത്തുവിട്ടാൽ മലനാട് TVയും കാണില്ല, നമ്മളും കാണില്ല. അത്രത്തോളം രൂക്ഷമായിട്ടുള്ള ഈ മയക്കുമരുന്ന് മാഫിയയുടെ കാര്യം പറഞ്ഞില്ലേ, അതേപോലെ ഒരു പൊളിറ്റിക്കൽ മാഫിയയുടെ പൊളിറ്റിക്കൽ ഡീലാണ് മുല്ലപ്പെരിയാറിൻ്റെ വിഷയം ഇന്നും ഇങ്ങനെ തീരാൻ നിൽക്കുന്നത്. അതിനെതിരെ മലനാട് TV എടുക്കുന്ന ഒരു വലിയ ഇടപെടലാണ് മലനാട് TVയുടെ ചലച്ചിത്രം. അതിനകത്ത് വെറും 100 കോടി മുടക്കിയാൽ ഇന്നത്തെ ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇരട്ടി ഗ്യാലൻ വെള്ളവും കേരളത്തിന് സുരക്ഷ നൽകുന്ന ഒരു പരിഹാരവും ഞങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അതിനും അങ്ങയുടെ ശ്രദ്ധയും അങ്ങയുടെ ഒരു സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കാം. താങ്ക് യു. You are watching India's first NGO television, Malanadu TV India.